ടോപ്പ് 10 മോർണിംഗ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ആഘാതം ശനിയാഴ്ച വടക്കൻ ഇംഗ്ലണ്ടിൽ തുടങ്ങുമെന്നാണ് സൂചന. ഞായറാഴ്ച അത് മിക്കയിടങ്ങളിലേക്കും പടർന്നേക്കും. 3 ദിവസം തുടർച്ചയായും മഞ്ഞ് പെയ്തേക്കുമെന്നും 4 ദിവസം തുടർച്ചയായും മഴയും കാറ്റും ഉണ്ടാകുമെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വാരാന്ത്യത്തിൽ 57 മണിക്കൂറോളം ബ്രിട്ടനിലെ പല ഭാഗങ്ങളും മഞ്ഞിൽ പുതയുവാൻ സാധ്യതയുണ്ടെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ദര കൊടുങ്കാറ്റ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അറ്റ്ലാന്റിക് സമുദ്രം മറികടക്കാൻ തുടങ്ങിയതായും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നുണ്ട്. കനത്ത മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. ശനിയാഴ്ച രാവിലെ 3 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലായി ഇംഗ്ലണ്ടിലും വെയിൽസിലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെതിരെ ആംബർ മുന്നറിയിപ്പാണ് മെറ്റ് ഓഫീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച എഡിൻബറയിൽ നടക്കുന്ന ബ്രിട്ടീഷ് ഐറിഷ് കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ പങ്കെടുക്കും. ലേബർ നേതാവ് സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സിന്നി, ഐറിഷ് താവോസെറ്റ് സൈമൺ ഫാരിസ്, വെൽഷ് ഫസ്റ്റ് മിനിസ്റ്റർ എലിനറ്റ് മോർഗൻ, നോർത്തേൺ ഐറിഷ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഒനീൽ എന്നിവരുമായി ചർച്ച നടത്തും. 1999 ആദ്യ യോഗത്തിന് 25 വർഷത്തിന് ശേഷം വരുന്ന ഉച്ചകോടി കാലാവസ്ഥാ പ്രതിസന്ധിയിലും ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബർമിംഗ്ഹാം ഹിന്ദു മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ മണ്ഡലകാല അയ്യപ്പ പൂജ ബർമിംഗ്ഹാം ബാലാജി ക്ഷേത്ര സന്നിധിയിൽ ഈ മാസം 14 ശനിയാഴ്ച നടക്കും. വൈകുന്നേരം 4:30 അയ്യപ്പ ഭജനയോടെ ആരംഭിക്കുന്ന ചടങ്ങ് പടിപൂജയും അഭിഷേകങ്ങൾക്കും നെയ്യഭിഷേകത്തിന് ശേഷം പ്രസാദ വിതരണത്തോടെ അവസാനിക്കും. ക്രിസ്തുമസ് വിപണിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പച്ചക്കറി വില കുത്തനെക്കുറിച്ച് ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകൾ. ഉപഭോക്താക്കൾക്ക് കിഴിവുകളിൽ നിന്ന് പ്രയോജനം ലഭിക്കുമ്പോൾ മറുവശത്ത് കർഷകർ കനത്ത നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കയിലും ഭീതിയിലുമാണ്. ഉപഭോക്താക്കളുടെ ലാഭത്തിനൊപ്പം കർഷകരുടെ ക്ഷേമം കൂടി സൂപ്പർ മാർക്കറ്റുകൾ പരിഗണിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. പാർലമെന്റിൽ അവിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് മിഷേൽ ബാർണിയർ രാജിവെച്ചതിന് പിന്നാലെ പുതിയ പ്രധാനമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നിലപാട്. വ്യാഴാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് 10 മിനിറ്റ് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന തന്റെ ഹ്രസ്വകാലയളവിലെ അർപ്പണബോധത്തിന് അദ്ദേഹം ബാർണിയറിന് നന്ദി പറഞ്ഞു. സർക്കാരിനെ താഴെ ഇറക്കാൻ ഫ്രഞ്ച് തീവ്ര വലതുപക്ഷവും കടുത്ത ഇടതുപക്ഷവും ഒരു റിപ്പബ്ലിക്കൻ വിരുദ്ധ മുന്നണിയെ സഹകരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ കിഴക്കൻ ലണ്ടനിൽ നായയുടെ ആക്രമണത്തിൽ 42-കാരനായ ഒരു വ്യക്തി മരിച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിക്കുന്നു. സ്റ്റാറ്റ്ഫോർഡിലെ ഷെർലി റോഡിൽ നടന്ന ആക്രമണത്തിൽ 32-കാരിയായ ലെയ്ൻ മക്ഡൊണാൾഡിനെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ നിയന്ത്രണാതീതമായി നായയെ സ്വന്തമാക്കി പരിക്കേൽപ്പിച്ച് ഒരാളെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ് മക്ഡൊണാൾഡിനെതിരെ ചുമത്തിയ കുറ്റം. ഓസ്ട്രേലിയൻ സിനഗോഗിന് തീവച്ചതിനെ തുടർന്ന് ആരാധനയ്ക്കെത്തിയവർ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു. ഈ സംഭവത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വെറുപ്പിന്റെ പ്രവൃത്തിയെന്നാണ് അപലപിച്ചത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം 4 ശേഷം മെൽബണിലെ അഡാസ് ഇസ്രായേൽ സിനഗോഗിലേക്ക് അഗ്നിശമന സേനാംഗങ്ങളെ എത്തിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കായി അകത്തുള്ള ആൾക്കാർ ഉള്ളപ്പോൾ തീബോംബ് എറിയുന്നതാണ് കണ്ടതെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. രാജ്യത്തെ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ഇന്ത്യൻ റിസർവ് ബാങ്ക്. 2ാം പാദത്തിൽ GDP വളർച്ച പ്രതീക്ഷിച്ചതിലും താഴെയെന്നാണ് RBIയുടെ വിലയിരുത്തൽ. റിപ്പോ നിരക്ക് 6.5% തുടരുമെന്ന് അറിയിച്ചുകൊണ്ടാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് പുതിയ പണനയം പ്രഖ്യാപിച്ചത്. 4 വർഷത്തിന് ശേഷം US ഫെഡറൽ റിസർവ് തങ്ങളുടെ പലിശ നിരക്ക് 0.5% കുറച്ചതോടെ RBIയും ഇന്ത്യയിൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്കിൽ മാറ്റമില്ലെന്നും അത് 6.25% തുടരുമെന്നും RBI അറിയിച്ചിട്ടുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും വെല്ലുവിളികൾ ഈ ലക്ഷ്യം നിറഞ്ഞതാണെന്നും RBI ഗവർണർ പറയുന്നു. 2023 ഫെബ്രുവരിയിൽ RBI നിശ്ചയിച്ച റിപ്പോ നിരക്കാണ് ഇപ്പോഴും തുടരുന്നത്. ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഉടമയും കൊടുക്കും. കാർ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമായിട്ടെന്നാണ് വിലയിരുത്തൽ. റെന്റ് കാർ ലൈസൻസ് ഇല്ലാതെയാണ് ഉടമ വാടകയ്ക്ക് നൽകിയത്. വാഹനത്തിന് ടാക്സി പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. നേരത്തെ വാഹന ഉടമയോട് അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് ആർടിക്ക് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വിശദീകരണം നൽകുകയും ചെയ്തു. എങ്കിൽ ഈ വിശദീകരണം തെറ്റായിരുന്നു. അപകട സമയം കാർ ഡ്രൈവ് ചെയ്തിരുന്ന ഗൗരി ശങ്കരന്റെ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായത്. കള്ളപ്പണയിടപാടിൽ പ്രതിക്ക് പകരം തന്റെ ഫോട്ടോ നൽകിയ ഒരു പ്രമുഖ മലയാളി പത്രത്തിനെതിരെ നടൻ മണികണ്ഠൻ ആചാരി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പത്രത്തിൽ തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മണികണ്ഠൻ അറിയിക്കുകയും ചെയ്തു. പ്രമുഖ പത്രത്തിന്റെ മലപ്പുറം എഡിഷനിലെ വാർത്തയിലായിരുന്നു ഫോട്ടോ തെറ്റായി നൽകിയത്. K മണികണ്ഠൻ എന്ന പ്രതിക്ക് പകരമാണ് മണികണ്ഠൻ ആചാര്യയുടെ പടം നൽകിയത്. അസത്യമായി വാർത്ത നൽകിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. അസമിലെ BJP സർക്കാർ ഏർപ്പെടുത്തിയ ബീഫ് നിരോധനത്തെ വിമർശിച്ച് കേരളത്തിലെ BJP നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും ചലച്ചിത്ര സംവിധായകനുമായ മേജർ രവിയാണ് ബീഫും പശുവും ഒന്നല്ലെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ഓർമ്മിപ്പിച്ചത്. ബീഫ് നിരോധിക്കുന്നത് മലപ്പുറം ജില്ലയിൽ റംസാൻ നോമ്പുകാലത്ത് ഹോട്ടലുകൾ തുറക്കാൻ അനുവദിക്കാത്തതും വഴിയാത്തക്കാർക്ക് ഒരു ചായ പോലും കിട്ടാതെ വരുന്നതിന് തുല്യമാണ്. ഇതെല്ലാം മതഭ്രാന്താണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വീഴാൻ പാടില്ലായിരുന്നെന്നും മേജർ രവി പറയുന്നു.
ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.